നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രാക്ഷൻസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 2 മോഡൽ ക്വസ്റ്റ്യൻ തന്നിരുന്നു. എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള മുൻ പരീക്ഷകളിൽ വന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് പഠിക്കുക. അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ചെയ്ത് പഠിക്കണം. ഇന്ന് മറ്റൊരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. In a class of 30 സ്റ്റുഡൻസ്, ഒരു ക്ലാസ്സിൽ ആകെ 30 സ്റ്റുഡൻസ് ഉണ്ട്. ആ ക്ലാസ്സിനുള്ളിൽ 30 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ ദി നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണം, ദി നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണം, ദി നമ്പർ ഓഫ് ഗേൾസ് ഈസ് 1/5, 1/5 of the number of boys. ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ നമ്പറിൻ്റെ 1/5 ഭാഗമാണ്. നമ്പർ ഓഫ് ബോയ്സ്, ഗേൾസിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടില്ല, ബോയ്സിൻ്റെ എണ്ണം തന്നിട്ടില്ല, ആകെ സ്റ്റുഡൻസിൻ്റെ എണ്ണേ തന്നിട്ടുള്ളൂ. അപ്പോൾ ബോയ്സിൻ്റെ 1/5 ഭാഗം പെൺകുട്ടികളാണ്. ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? അതാണ് ചോദ്യം. ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദി ക്ലാസ്? ഈ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട്? ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദി ക്ലാസ്? ഈ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്, എത്ര ആൺകുട്ടികൾ ഉണ്ട്? അപ്പം നമുക്ക് ഇവിടെ ആകെ സ്റ്റുഡൻസ് തന്നിരിക്കുന്നു, പിന്നെ ബോയ്സിൻ്റെ എണ്ണം തന്നിട്ടില്ല, ഗേൾസിൻ്റെ എണ്ണം തന്നിട്ടില്ല. ബോയ്സിൻ്റെ 1/5 ഭാഗമാണ് ഗേൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ബോയ്സിനെ എക്സ് എന്ന് എടുക്കാം. നമുക്ക് കണ്ടുപിടിക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ലെറ്റ് ദ നമ്പർ ബോയ്സിൻ്റെ എണ്ണം, ദ നമ്പർ ഓഫ് ബോയ്സ്, ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് എന്ന് എടുക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണം എക്സ് എന്ന് എടുത്തു. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എത്രയായിരിക്കും? ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 1/5 പെൺകുട്ടികളോ? നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണം നമ്മൾ എക്സ് എന്ന് എടുത്തു. ബോയ്സിൻ്റെ എണ്ണം നമ്മൾ എക്സ് എന്ന് എടുത്തു. ഇനി അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? ആൺകുട്ടികൾ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ 1/5, അതായത് x/5 ആണ് എന്ത്? ഗേൾസിൻ്റെ എണ്ണം. ആൺകുട്ടികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ x/5 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 1/5 തന്നിട്ടുണ്ട്. അതുകൊണ്ട് x/5 ആയിരിക്കും പെൺകുട്ടികളുടെ എണ്ണം. ഇനി ടോട്ടൽ സ്റ്റുഡൻസ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസ്? ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസ് 30 സ്റ്റുഡൻസാണ്. അതായത് ബോയ്സ് പ്ലസ് ഗേൾസ്, ബോയ്സും ഗേൾസും കൂടി കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്? 30 സ്റ്റുഡൻസ് വരുന്നത്. നമ്മളിവിടെ ബോയ്സിനെ നമ്മൾ എത്രയായിട്ട് എടുത്തിരിക്കുന്നത്? എക്സ്. ഇനി ഗേൾസിൻ്റെ എണ്ണം x/5. അപ്പോൾ എക്സും x/5 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 30 എന്ന് വരും. എക്സും x/5 കൂടെ കൂട്ടുമ്പോൾ 30. അപ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അതായത് ഇത് ആഡ് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഇവിടെ LCM എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ LCM എന്ന് പറയുന്നത് 1 × 5 വരും. അപ്പം x/1ൻ്റെ ഡിനോമിനേറ്ററിനെ 5 ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5x പ്ലസ് x/5. 5x plus x/5 is equal to 30. 5xനോട് ഒരു എക്സ് കൂട്ടുമ്പോൾ എത്ര വരും? 6x/5 is equal to 30. നമുക്ക് നമ്മുടെ ഇവിടെ എക്സ് എന്ന് എടുത്തിരിക്കുന്ന ആരുടെ എണ്ണത്തിന്? ബോയ്സിൻ്റെ എണ്ണത്തിന് എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സ് കണ്ടുപിടിക്കാം. എക്സ് മാത്രം നമുക്കിവിടെ ഇട്ടുകൊണ്ട് 6/5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം ഇവിടെ ഇൻറ്റു ആണ്, ഇവിടെ വരുമ്പോൾ നമുക്ക് ഡിവിഷനാകും. 6/5 അപ്പോൾ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇൻറ്റു 5/6. ഇനി 6ഉം 30 കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 30ൽ 6 5 ടൈംസ്, 5 × 5 25. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? ബോയ്സിൻ്റെ എണ്ണം 25 വരും. നമ്പർ ഓഫ് ബോയ്സ്. ഇതും നവോദയ പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് വീണ്ടും ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം തന്നിട്ടില്ല, പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടില്ല, ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം തന്നിട്ടുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൺകുട്ടികളുടെ എണ്ണത്തിന് എക്സ് എന്ന് എടുത്തിട്ടാണ് നമ്മൾ പെൺകുട്ടികളുടെ എണ്ണം x/5 എന്നിട്ട് ആ രണ്ടും കൂടെ പ്ലസ് ചെയ്ത് ആണ് നമ്മളിവിടെ ഈ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ
ക്ലാസ്സുകളെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.